എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിൻസ് വ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ്. അത് ഹോം റെമഡീസ് ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ കൈയുടെയും കാലിൻ്റെയൊക്കെ നിറം വെപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോണത് എങ്ങനെ നമ്മുടെ ഹാൻഡ് സോഫ്റ്റാക്കി, ഹാൻഡിൻ്റെ സ്കിന്ന് സോഫ്റ്റാക്കി എങ്ങനെ ഗ്ലോ ആക്കാമെന്നാണ്. എന്ന് വെച്ചാൽ വെള്ളം പറ്റ പോലെ വെളുക്കുന്നൊന്നും അല്ല, പക്ഷേ നമ്മുടെ കയ്യിൽ ടാൻ എല്ലാം റിമൂവ് ചെയ്ത് ഒരു ചെറിയ ഗ്ലോ എങ്ങനെ നമ്മുടെ കൈക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാൻ പറ്റിയൊരു കാര്യമാണ്. വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കുഞ്ഞി പരിപാടി. ഒരു 15-20 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് പരിപാടി ചെയ്ത് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ പണി തുടങ്ങിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഷാമ്പു ആണ് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ ഷാമ്പു നമ്മൾ സാഷേ പാക്കറ്റ് ആണെങ്കിൽ ഒരു പാക്കറ്റ്, അതല്ലെങ്കിൽ ഒരു 3 ടീസ്പൂൺ ഷാമ്പു ചേർക്കുക. പിന്നെ ആ ഷാമ്പുവിലേക്ക് ഒരു നാരങ്ങ നീരാണ് ചേർക്കേണ്ടത്. അപ്പോൾ നാരങ്ങ എടുത്ത് മുറിച്ച് അതിൻ്റെ പകുതി നാരങ്ങ അല്ലിയെടുത്ത് നന്നായിട്ട് നാരങ്ങ നീര് പിഴിഞ്ഞെടുക്കുക. പിന്നെ ചേർക്കേണ്ടത് പേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. കോൾഗേറ്റിൻ്റെ തന്നെ വേണമെന്നില്ല, ഏതായാലും മതി. പിന്നെ വേണ്ടത് സോഡാപ്പൊടിയാണ്. അപ്പോൾ സോഡാപ്പൊടി, സാഫയുടെ സോഡാപ്പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടി എടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ ഇളക്കിയെടുത്തതിന് ശേഷം അത് ഓക്കെ ആയെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നമ്മുടെ കൈയുടെ ആദ്യമേ ഒന്ന് വേണേൽ ടെസ്റ്ററായിട്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കാം, പൊള്ളുമല്ലോ എന്നൊക്കെ അറിയാനില്ലെങ്കിൽ നേരെ കയ്യിലേക്ക് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ആദ്യമേ ഞാൻ ഒരു സ്പൂൺ കൊണ്ടൊക്കെയാണ് തേച്ച് പിടിപ്പിച്ചത്. പിന്നീട് എനിക്ക് തോന്നി ഈ സ്പൂൺ കൊണ്ട് തേച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് ഞാനൊരു ബ്രഷ് എടുത്ത് പതുക്കെ ഉരച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു, അതൊന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യമേ ഞാൻ ഉരച്ചുരച്ച് തന്നെ ഇരുന്നു. അതൊന്ന് ഉണങ്ങി വന്നപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ബ്രഷ് നനച്ചിട്ട് പതുക്കെ കയ്യിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് പത വരുന്നുണ്ടായിരുന്നു. പിന്നെ കളർ ചേഞ്ചും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ചെറിയൊരു വ്യത്യാസം പോലെ. അപ്പോൾ ഞാനൊരു തുണിയിൽ തണുത്ത വെള്ളമെടുത്ത് പതുക്കെ ഒപ്പിയെടുത്തു. ഇപ്പം എനിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും കൈയുടെ ആ ഒരു ടാനൊക്കെ റിമൂവ് ആയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പതുക്കെ തുടച്ചതിന് ശേഷം ഇപ്പം ഒരു പാക്ക് കൂടി ഇട്ട് കൊടുക്കണമല്ലോ. ഇപ്പം നമ്മൾ സ്ക്രബ് പോലെയല്ലേ ചെയ്തത്. അപ്പം ഞാൻ വീണ്ടും ഒരു പാക്ക് ഉണ്ടാക്കി ഇട്ട് കൊടുത്തു. അപ്പോൾ പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ. അപ്പോൾ അടുത്ത പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നെസ്കഫേയുടെ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, ഇച്ചിരി കോഫി പൗഡർ എടുക്കുക. കോഫി പൗഡർ പാത്രത്തിലേക്ക് ഇടുക. അതിലേക്ക് ഒരു ചെറിയ പഴുത്ത തക്കാളിയുടെ നീര് പിഴിഞ്ഞ് ചേർത്താൽ മതി. അപ്പോൾ ഒരു മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചേർക്കുക. പിന്നെ വേണ്ടത് ഒരു ഇത്തിരി കസ്തൂരാതി മഞ്ഞൾ പൊടിയാണ്. പക്ഷേ അത് കമ്പൽസറി അല്ല, ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. കയ്യിലുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വിട്ട് കളയുക. കാരണം കോഫി തന്നെ ഒരു നല്ല നിറം നല്ല നൽകണതാണ്. അപ്പോൾ ക്ലെൻസർ പോലെ നമുക്ക് കോഫി പൗഡർ ഇടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഫി പൗഡർ ഉള്ളപ്പോൾ മഞ്ഞൾ പൊടിയുടെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഞാൻ മഞ്ഞൾ പൊടി ഇട്ടത്. അപ്പോഴാണ് അവിടെ പകുതി നാരങ്ങ നമ്മൾ മുഴിച്ച് വെച്ചതിൻ്റെ അത് മുഴുവൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ അതും കൂടി ചേർക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെയും കൂടി നീരെടുത്ത് പിഴിഞ്ഞൊഴിച്ചു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കയ്യിൽ പതുക്കെ അപ്ലൈ ചെയ്ത് ഇത് ഉണങ്ങി വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇത് ഉണങ്ങി വന്നതിന് ശേഷം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കൈക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ അതോ പഴയതുപോലെ തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് മുറിച്ച് വെച്ച തക്കാളിയുടെ ഭാഗം എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉരച്ചിട്ട് കഴുകിക്കളയാം. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് തുടച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് തണുത്ത വെള്ളത്തിൽ തുടച്ച് കളയാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം കൈയുടെ കളർ ചേഞ്ച്. ഇപ്പം നമ്മൾ നന്നായിട്ട് കൈയെല്ലാം തുടച്ച് ഇനി എന്തെങ്കിലും ഒരു നമുക്ക് ഒരു ബോഡി ക്രീം എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് വാസ്ലിൻ്റെ കൊക്കോ റേഡിയൻറ്റ് ക്രീമാണ്. അപ്പോൾ നമുക്ക് അത് ഇത്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈ എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഗ്ലോ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. വലിയ വെളുപ്പൊന്നും അല്ലെങ്കിലും കയ്യിൽ ഒരു തൊട്ട് നോക്കുമ്പോൾ ഒരു സോഫ്റ്റ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു കാര്യമായിരിക്കും ഇത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. ഇനിയും കൂടുതൽ ബ്യൂട്ടി ടിപ്സുമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സോ ബൈ.